Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സ്പെയിനിലെ ബാർസലോണയിലാണ് MWC 2019 കവർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മീ സ്റ്റോർ അതായത് മീ ഹോമിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ കിട്ടിയ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്തതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇതൊരു പവർ ബാങ്ക് ആണ്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പവർ ബാങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പവർ ബാങ്ക് കം ഫ്ലാഷ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് 3250 mAh മീ പവർ ബാങ്ക് ഫ്ലാഷ് ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ഒരു സിമ്പിളായ പ്രൊഡക്റ്റാണ്. എന്നാൽ ഡിസൈനിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സർക്കുലർ സിലിണ്ടറിക്കൽ ഡിസൈൻ തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 3250 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇതിനകത്ത് വരുന്നത് ഔട്ട്പുട്ട് വരുന്നത് 5 വോൾട്ട് 1 ആംപിയർ ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും വരും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല, പക്ഷേ ഒരു വളരെ സിമ്പിളായ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഷവമീൻ്റെ മീ ഹോം സ്റ്റോറിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ ജസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതാണ് ഇത് ഫ്ലാഷ് ലൈറ്റ് മീ പവർ ബാങ്ക് ആൻഡ് ഫ്ലാഷ് ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് കളയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചാർജ് ചെയ്യാനുള്ളൊരു സ്ലോട്ട് കാണാം. മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ്. പിന്നെ ഇതിനകത്ത് ഔട്ട്പുട്ടിന് എടുക്കാനുള്ള USB സ്ലോട്ടാണ്. പിന്നെ ഇവിടെയാണ് ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. ഒരു LED ഫ്ലാഷ് ലൈറ്റാണ്. അപ്പോൾ പിന്നെ അതിന് കൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. സാധാരണ നമ്മുടെ മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ വരുന്നത് ഒരു ലാനിയാഡ് കേബിളാണ്. ഇത് നമുക്ക് ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാനിയാഡാണ്. അല്ലേ, വളരെ സിമ്പിളായ ലാനിയാഡാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പവർ ബാങ്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് നമുക്ക് കാണാം ചാർജ് ചെയ്യാൻ വേണ്ടി ഇതാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് റെഗുലർ നമ്മുടെ മൈക്രോ USB ചാർജിങ് സ്ലോട്ട് ചാർജർ കുത്തിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നതാണ്. ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. ഇവിടുന്ന് നമുക്ക് വേറെ ഫോൺസും വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു SOS ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എമർജൻസിയിൽ വേണമെങ്കിൽ ഇതൊരു 3 തവണ കണ്ടിന്യൂസ് ആയി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് SOS ഫംഗ്ഷനാലിറ്റി. അപ്പോൾ SOS ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 3 തവണ അങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് SOS. പിന്നെ ഇത് സാധാരണ രീതിയിൽ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആണല്ലേ പവർ കൂടി വരുന്നത് കാണാം നിങ്ങൾക്ക്. റൊട്ടേറ്റ് ചെയ്യാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കൂടും. മറ്റേ കൗണ്ടർ ക്ലോക്ക് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടും. ക്ലോക്ക് വൈസ് തിരിച്ചാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു 3250 mAh ആണ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്മാർട്ട് ഫോണൊക്കെ നമുക്ക് ചെറുതായി ചാർജ് ചെയ്യാം. പിന്നെ ഇതൊരു ഫ്ലാഷ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഒരു ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കോമ്പാക്റ്റായ ഒരു പവർ ബാങ്ക് ആൻഡ് ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി നിങ്ങൾക്ക് കണ്ടില്ലേ, വളരെ ഒരു കോമ്പാക്റ്റായ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും ചെയ്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഷവമി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം നമ്മളിതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് ബാർസലോണയിലെ സ്പെയിനിലെ മീ ഹോം എന്നാണ് മേടിച്ചത്. ഇത് ചൈനീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ബെസ്റ്റിലോ അലി എക്സ്പ്രസ്സിലോ ഒക്കെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആസ് ഓഫ് നൗ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു ഷവമീൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ പവർ ബാങ്ക് ആൻഡ് ഫ്ലാഷ് ലൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.